ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ജീവിതവും നിയോഗങ്ങളും പ്രാർത്ഥനകളും മനസ്സിലുണ്ടാവട്ടെ. ദൈവത്തിൻ്റെ സ്വപ്നമായ കുഞ്ഞുങ്ങളിലേക്ക് മാതാപിതാക്കളിലൂടെ വലിയ കൃപകൾ ഒഴുകാൻ വേണ്ടിയിട്ട് ഓരോ കുരുന്ന ജീവിതത്തെയും ഭൂമിക്ക് സ്വർഗം കൊടുക്കുന്ന സമ്മാനമാണെന്നുള്ള അവബോധത്തോടെ ജന്മം കൊടുക്കാൻ തക്ക വിധം സാഹചര്യങ്ങളെ ദൈവമേ അനുകൂലവും അനുഗ്രഹീതവുമാക്കണമേ. ഹൃദയപൂർവ്വം പ്രാർത്ഥനയോടെ. ദൈവപിതാവേ സ്നേഹതാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയോടെ. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹതാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഇരുകരങ്ങളും ഈശോയിലേക്ക് തുറന്ന് നീട്ടിപ്പിടിച്ച് ഹല്ലേലൂയാ 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 ആമേൻ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ഹല്ലേലൂയാ 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 ആമേൻ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പറയുന്നു. യേശുവേ സ്തുതി, കർത്താവേ മഹത്വം, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ മഹത്വം 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 മഹത്വം. കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നന്ദി പറയുന്നു. യേശുവേ യേശുവേ സ്തോത്രം, കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ മഹത്വം 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 മഹത്വം. കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നന്ദി പറയുന്നു. യേശുവേ യേശുവേ നന്ദി 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 ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ മഹത്വം, കർത്താവേ മഹത്വം. ദൈവമേ ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ജന്മമേകി വളർത്തി വലുതാക്കിയ അവിടുത്തെ അനന്ത കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ കുഞ്ഞിന്റെ ജന്മത്തിലൂടെയും സ്വർഗം സന്തോഷിക്കുന്നുവെന്നും സ്വർഗത്തിന് ഭൂമിയോടുള്ള കരുതലിന്റെ ഭാവമാണെന്നും ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ
പരമ ദിവ്യ കാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയോടൊപ്പമുള്ള ഒക്ടോബർ മാസത്തിൻ്റെ പുണ്യതീർത്ഥാടനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നതും പ്രത്യേകമായിട്ട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതും കുഞ്ഞുങ്ങൾ ജനിക്കാത്ത, മക്കൾ വേണ്ട എന്ന ചിന്ത കൊണ്ട് അപകടപ്പെട്ട ദാമ്പത്യ ജീവിതങ്ങളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും. ഈശോയെ, ഉത്തരവാദിത്വപൂർണമായ ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള സഭയുടെ ഔദ്യോഗികമായ പഠനം മക്കൾക്ക് ജന്മം കൊടുക്കാനും അവരെ സ്വർഗം വിഭാവനം ചെയ്യും പോലെ വളർത്താനും മാതാപിതാക്കളെ ഉത്തരവാദിത്വപ്പെടുത്തുന്നുണ്ട്. അത് മാതാപിതാക്കളുടെ കടമയാണ്. ഒരുമിച്ച് ജീവിച്ചാൽ മതിയെന്നും മക്കളൊരു ഭാരമാണെന്നും ഒക്കെ കരുതുന്ന, ഭയപ്പെടുത്തുന്ന ഒരു കാലത്തേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. നല്ല തമ്പുരാനെ, ആ മേഖലയിൽപ്പെട്ട കുടുംബങ്ങളെ, ദാമ്പത്യ ജീവിതങ്ങളെ ഓർക്കുന്നു. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരെ കൂടെ ചേർത്ത് വയ്ക്കുന്നു. തമ്പുരാൻ്റെ കരങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് ഈ മേഖലകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധീകരിക്കണമേ എന്ന ആഗ്രഹത്തോടെ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, മക്കൾ വേണ്ട എന്ന ഒരു ചിന്ത വളരെ ശക്തമായിട്ട് ഇന്ന് പുതിയ തലമുറയിൽ രൂപപ്പെട്ടിരിക്കുക. അഥവാ മക്കൾ ഉണ്ടെങ്കിലും അതൊന്നു മതിയെന്നും ഏറിയാൽ 2 എന്നുമൊക്കെ പറയുന്ന വിധം നമ്മൾ വല്ലാണ്ട് സ്വാർത്ഥരായി മാറിയിരിക്കുന്നു. ഇതൊരു ഭയമുളവാക്കുന്ന അനുഭവമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. മക്കൾ ജനിക്കുക എന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു ചൈതന്യം ഒരു കുടുംബത്തിൽ തലമുറ രൂപപ്പെടുന്നുവെന്ന് മാത്രമല്ല, മക്കളുള്ള ഭവനങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ആയിരിക്കാനും അതൊക്കെ കാണാനും അറിയാനുമൊക്കെ ഇടയായപ്പം ആ കുഞ്ഞുങ്ങൾക്കിടയിലും ആ ദാമ്പത്യ ബന്ധങ്ങൾക്കിടയിലുമൊക്കെ അറിയാതെ രൂപപ്പെടുന്ന ആത്മീയതയുടെ ഉണർവും കുടുംബ ബന്ധങ്ങൾക്കുണ്ടാകുന്ന വലിയ ചൈതന്യവുമൊക്കെ വല്ലാതെ സുഖമേകിയിട്ടുണ്ട്. ഇന്ന് ചെറുപ്പക്കാർക്കിടയിലൊക്കെ ഒരു സംസാരം പോലും ശക്തമായിട്ട് ഉരുവായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരുമിച്ച് പറ്റുന്ന കാലമൊക്കെ സന്തോഷമായിട്ടൊക്കെ ജീവിച്ചാൽ മതി, മക്കൾ വേണോ? ദൈവം ഒരു കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതിൻ്റെ അടയാളമായിട്ടും സ്വർഗത്തിൻ്റെ അഭിഷേകമായിട്ടും മക്കളെ കാണുന്നവരും മക്കളെന്ന ദൈവിക സങ്കല്പത്തോട് ഹൃദയപൂർവ്വം ചേരുന്നവരുമൊക്കെ കടന്നു പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് മനസ്സിലാകാതെ വൈമുഖ്യം കാണിക്കുന്ന ഒരു പുതിയ തലമുറയോട് തമ്പുരാൻ്റെ തിരുവചനം ഓർമ്മപ്പെടുത്തും. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 8-7 നമ്മളത് വായിക്കുന്നുണ്ട്. മക്കൾ എന്ന മഹാദാനത്തെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല, മാറ്റി നിർത്താൻ പാടില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബത്തോട് ബന്ധപ്പെടുത്തി വളരെ ശ്രദ്ധാപൂർവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കുടുംബം എന്ന സ്ഥാപനത്തിൻ്റെ ഭാവിയെപ്പറ്റി ഭയം തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ സമൂഹത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെ ഈ പ്രതിസന്ധിയെ വിനാശകരമായ ഫലങ്ങളെ ചെറുക്കാൻ വളരെ കാര്യക്ഷമമായ ഒരു മാർഗം കുടുംബം ഒരുമിച്ച് ഭവനങ്ങളിൽ ജപമാല പുനർജീവിപ്പിക്കുക എന്നതാണ്. ഇന്ന് കുടുംബ ബന്ധങ്ങളൊക്കെ തിരുക്കുടുംബ സമാനതയിലേക്ക് എത്താനായിട്ട് വൈമുഖ്യമായി നിൽക്കുന്ന ഇടങ്ങളിൽ മക്കൾ പോലും വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ദമ്പതികളുടെ എണ്ണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ മാർപ്പാപ്പ പറയാണ്, കുടുംബത്തിൽ ഒരുമിച്ച് ജപമാല ചൊല്ലാൻ തീരുമാനമെടുക്കുമ്പം, കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുമ്പം മക്കൾ വേണ്ടെന്നും മക്കൾ 1 or 2 മതിയെന്നുമൊക്കെ പറയുന്ന ജീവിതങ്ങളെ ദൈവം സ്പർശിക്കുകയും അത്ഭുതകരമായിട്ട് അവർക്ക് പുതിയ സാധ്യതകളെ തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ധ്യാനം കൂടി 3-ാമത്തെയും 4-ാമത്തെയും മക്കളെയൊക്കെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച ജീവിതങ്ങളെ കണ്ടുമുട്ടിയപ്പം ഇവരൊക്കെ പറഞ്ഞു, തമ്പുരാനെ ഇത് വലിയ നിധിയാണ്. എൻ്റെ വീട്ടിൽ പോലും അനിയന് 3-ാമതൊരു കുഞ്ഞുണ്ടായപ്പം
ആ കുഞ്ഞിലൂടെ ദൈവം സ്വർഗം എങ്ങനെ വാരിക്കോരി നൽകിയ അനുഗ്രഹങ്ങൾ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. സാമ്പത്തികമായും മറ്റു രീതിയിലുമൊക്കെ ഒരു കുടുംബത്തെ ദൈവം അങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന സ്വർഗത്തിന് ഏറ്റവും പ്രിയങ്കരമായത്. തമ്പുരാൻ പോലും കൃത്യം പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ തടയണ്ട, ശിശുക്കളെ പോലെയായി മാറണം. ഒരു കുടുംബത്തിലൊരു കുഞ്ഞിൻ്റെ ജന്മവും ആ കുഞ്ഞിൻ്റെ സാന്നിധ്യവുമൊക്കെ സ്വർഗമേറെ സന്തോഷിക്കുന്നതായതുകൊണ്ട് അതോടൊപ്പം ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. മക്കളില്ലാതെ വലിയ വേദനയിൽ കഴിയുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അവസാനം വരെയും മക്കളില്ലെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കമുള്ള പാത്രങ്ങളായി ജീവിക്കുമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരായ ദമ്പതികൾ നമ്മളെ വല്ലാണ്ട് വിസ്മയിപ്പിക്കും. ഒരു സാധ്യതയ്ക്കും വകയില്ലെന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോഴും അവരിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവം തരുന്നെങ്കിൽ തരട്ടെ, ദൈവമേ നിനക്കൊന്നും അസാധ്യമല്ല എന്ന ലൂക്ക 1:37 ജോബ് 42:2 ഹൃദയത്തിൻ്റെ മന്ത്രമായി സൂക്ഷിക്കുന്ന ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ഈ അനുഗ്രഹത്തിൻ്റെ ദൈവിക സങ്കല്പത്തിലേക്ക് പുതിയ ദമ്പതികൾ എത്തുന്നതിൽ വൈമുഖ്യം കാണിക്കുന്ന മേഖലകളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം ജപമാലയാണ്. അതുകൊണ്ടാണ് ജോൺ മരിയ വിയാനി വിശുദ്ധൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അനുഗ്രഹീത കന്യകയുടെ സംരക്ഷണയിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. ജീവിതം ഒരു ഭാഗ്യപ്പെട്ട ജീവിതമാകണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ കന്യാത്വത്തിൻ്റെ കൃപാത്തണലിൽ ജീവിക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കണം. ബെനഡിക്റ്റ് പാപ്പ ദൈവം സ്നേഹമാകുന്നു എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ശരീരത്തിന് അമിത പ്രാധാന്യം നൽകുന്ന പുതിയ കാലത്തിൻ്റെ രീതി വഞ്ചനാത്മകമാണ്. ദമ്പതികളുടെ സ്നേഹം വെറും സെക്സ് മാത്രമായി ചുരുങ്ങുന്നു. അത് ഒരു വിപണന വസ്തുവായി തീർന്നിരിക്കുന്നു. മക്കൾ ജനിക്കാതെ അത് അപകടപ്പെടുന്നു. മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പഠനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, മക്കൾ ജനിക്കാതെ ശാരീരിക സുഖത്തിൻ്റെ മേഖലയിലേക്ക് മാത്രം ദമ്പതികൾക്കിടയിൽ സൗഹൃദം പോലെ എനിക്കും നിനക്കും ഇഷ്ടങ്ങൾ മാത്രം, താല്പര്യങ്ങൾ മാത്രം എന്ന് പറഞ്ഞ് പരിമിതപ്പെടുമ്പം മാർപ്പാപ്പ പറയാണ്, അത് വഞ്ചനാത്മകമായൊരു ദാമ്പത്യ ബന്ധമാണ്, അത് വഞ്ചനാപരമാണ്. ദമ്പതികളുടെ സ്നേഹം ഈ ഒരു ശാരീരിക സുഖത്തിൽ മാത്രം പരിമിതപ്പെടുകയും അത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമായി മാറാതിരിക്കുകയും ചെയ്യുമ്പം നമ്മൾ വലിയ അപകടത്തിലേക്കാണ് പോണേ. പാഴ്സി സിൻഡ്രം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ തന്നെയുണ്ട് നമ്മുടെ സഹോദര കുടുംബ ബന്ധങ്ങൾക്കിടയിൽ. മക്കൾ ജനിക്കുന്നില്ല. 2.5 കുട്ടികളെങ്കിലും 2.33 എങ്കിലും ഉണ്ടാകണമെന്നൊക്കെ പറയുന്നിടത്ത് അതിലുമൊക്കെ ഏറെ താഴെയാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്നത്തെ സാഹചര്യം. അതുകൊണ്ട് ഈ തലമുറ നിലനിൽക്കണമെങ്കിൽ ഈ തലമുറയിൽ മക്കൾ ജനിക്കണം. അതിനുതകുന്ന വിധം മനസ്സും ശരീരവും ആത്മാവുമൊക്കെ സജ്ജമായൊരു പുത്തൻ തലമുറ ഉണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യൂറോപ്പിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പം ഈ മക്കളില്ലാത്തതിൻ്റെ പേരിൽ വലിയ ഭാരത്തോടെ കഴിയുന്നവർ, വളർത്തുമൃഗങ്ങളെയൊക്കെ ലാളിച്ചും അവരോടൊക്കെ കൂടെ ജീവിച്ചിട്ടുമൊക്കെ ജീവിച്ച് കടന്നു പോകുന്നവരെ കണ്ടിട്ടുണ്ട്. യൂറോപ്പിലൊരു രൂപതയിലെ ഒരു മലയാളി അച്ഛൻ്റെ ഓർഡിനേഷന് വന്ന ബിഷപ്പ്, ഇംഗ്ലീഷ് ബിഷപ്പ്, പള്ളിയിൽ ആദ്യത്തെ കുറേ ഇടങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഓർഡിനേഷനിൽ ഇരിക്കുന്നുണ്ട്. ബിഷപ്പ് പറഞ്ഞു, ഐ ആം പ്രൗഡ് ഓഫ് മലയാളി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞു. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രമാത്രം തീക്ഷ്ണതയോട് കൂടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം തൻ്റെ ആർട്ടിക്കിളിലൊക്കെ അത് എഴുതി വെച്ചു. ഞാൻ ലോകം ഇന്നും ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് എന്ന് അറിയുന്ന അനുഭവങ്ങളെ ഇങ്ങനെ ഒരു ഓർഡിനേഷന് പോയപ്പോൾ കണ്ടു എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തുക. അർത്ഥം ഇത്രയേ ഉള്ളൂ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന, മക്കൾ ജനിക്കാതെ അപകടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ഒക്ടോബറിൽ ഒരുപാട് മക്കൾ ജനിക്കാൻ, ദാമ്പത്യ ബന്ധങ്ങളൊക്കെ ആ മക്കളുടെ ജന്മം കൊണ്ട് കൂടുതൽ ഊഷ്മളമായി മാറാൻ, ഊർജ്ജമുള്ളതാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. മദർ തെരേസയുടെ വാക്കുകൾ, ദുഃഖസമുദ്രത്തിലാണ് നീ ജീവിക്കുന്നത് എങ്കിൽ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഈശോയുടെ അമ്മയായ മറിയമേ, അങ്ങിപ്പോൾ എൻ്റെ അമ്മയായി മാറണമേ. ജീവിതത്തിൻ്റെ പ്രത്യേകിച്ചും മക്കളില്ലാത്തവരൊക്കെ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം: ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, അമ്മ എൻ്റെയും അമ്മയായിരിക്കണമേ. ആഗ്രഹത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. കൊതിയോടെ നമുക്ക് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ അല്പനേരം പ്രാർത്ഥിച്ച അനുഗ്രഹം പ്രാപിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാധിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട്
കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് പരിശുദ്ധ കുർബാനയെ നോക്കിയിട്ട് ഈ ദിവ്യകാരുണ്യനാഥനോട് ചോദിക്കണം, ദൈവമേ, എനിക്ക് ഈ ഭൂമിയിൽ പിറക്കാനായിട്ട് എൻ്റെ മാതാപിതാക്കളിലൂടെ അവിടുത്തെ അത്ഭുതകരമായ ഇടപെടൽ വഴി അനുഗ്രഹം കിട്ടി. എനിക്ക് കിട്ടിയ അനുഗ്രഹം മറ്റൊരാൾക്ക് നിഷേധിക്കാൻ പാടുണ്ടോ? മക്കൾ കൂടിയതിൻ്റെ പേരിൽ മാതാപിതാക്കൾ തന്നെ, ഗ്രാൻഡ് പാരൻസ് തന്നെ അല്ലാതെ പ്രതിഷേധിച്ചവർ, മക്കളെന്ന മഹാനുഗ്രഹത്തിൻ്റെ മുമ്പിൽ എതിരായിട്ട് നിലപാടെടുത്ത പല വ്യക്തികളും ജീവിതങ്ങളും. ഒരുപാട് സങ്കടത്തോടെ തമ്പുരാൻ അങ്ങനെയുള്ളവരെയൊക്കെ കാണുന്നു. 3-4 മക്കൾ വേണമെന്ന് കരുതിയ കുടുംബങ്ങളെ പല വിധത്തിൽ പിശാച് ഞെരുക്കിയിട്ടുണ്ട്. ഭയം കൊടുത്ത്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ കൊടുത്ത്, തൊഴിൽ നഷ്ടങ്ങൾ കൊടുത്ത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ തമ്പുരാനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ പൊന്നു തമ്പുരാനെ, മക്കൾ ജനിക്കാനായിട്ട് ഈ ആധുനിക കാലഘട്ടം പറയുന്ന ഈ താൽക്കാലിക പ്രതിസന്ധിയുടെ മേഖലകളെ വിശുദ്ധീകരിക്കണം. നമുക്ക് ഹൃദയത്തിൽ തീരുമാനമെടുക്കാം. കുടുംബജീവിതക്കാര് മക്കൾ ജനിക്കാൻ വേണ്ടിയുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. സമർപ്പിതരും മക്കൾ ജനിക്കുന്ന പ്രായത്തിനപ്പുറമുള്ളവരുമൊക്കെ, ദൈവമേ, ആർക്കെങ്കിലുമൊക്കെ ഈ ആരാധനയിലൂടെ ഈ ഒക്ടോബർ മാസത്തിൽ ഈ ഒരു വിശുദ്ധീകരണ മേഖലയെ ചേർത്ത് വയ്ക്കുന്നതിലൂടെ വലിയ ബോധ്യങ്ങൾ ഉണ്ടാവട്ടെ, വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ, വലിയ വെട്ടം കിട്ടട്ടെ. ഞങ്ങൾ ശക്തമായി അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ ജനിക്കാനായിട്ട് വൈകിപ്പിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സ്വപ്നം കാണുന്ന സമയത്ത്, ദൈവം തരാൻ തീരുമാനിച്ച സമയത്ത് മക്കളെ സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിച്ചില്ലെങ്കിൽ നാം അപകടപ്പെട്ടേക്കാം. ഇങ്ങനെയുള്ള ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. ജോലി കിട്ടി സുരക്ഷിതമായിട്ട് മക്കൾ മതിയെന്ന് കരുതി അവസാനം മക്കളില്ലാതെ ചങ്കുപൊട്ടി ജീവിക്കുന്നു. ആ മേഖലകൾ മുഴുവനും ഈശോയ്ക്ക് കൊടുക്കാം. വിശുദ്ധീകരിക്കണേ തമ്പുരാനെ, പൂർണ്ണമായിട്ട് പൗത്രീകരിക്കണേ ഈശോയെ. വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ആ ജീവിതങ്ങളെ മുഴുവൻ വിശുദ്ധീകരിക്കണേ ഈശോയെ. അവരുടെ ബന്ധനങ്ങൾ അഴിക്കണേ കർത്താവേ. കുറവുകളെ പരിഹരിക്കണേ ഈശോയെ. ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിനി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ ചെലവഴിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല കരങ്ങളിലെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അളവില്ലാത്ത സകല നന്മ സ്വരൂപനായ സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാലയർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും
പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കും പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ പ്രയമണവാട്ടിയുമായ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ, ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വിശ്വാസം, ശരണം, ഉപവയന ദൈവിക പുണ്യങ്ങൾ വളർന്ന് വർദ്ധിച്ച് ഫലം ചൂടുവാൻ വേണ്ടി തിരുക്കുമാരനോടമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മഹിമയുടെ ദിവരഹസ്യങ്ങൾ. ഒന്നാം ദിവരഹസ്യം, നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ പീഡസഹിച്ച് മരിച്ചതിന്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കാം. തങ്ങളുടെ സ്വൈരജീവിതത്തിന് മക്കൾ തടസ്സമാണെന്ന് കരുതി മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരെ പരിശുദ്ധ അമ്മ വഴി തമ്പുരാൻ തൊടാൻ ഈ 1-ാം രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: കുടുംബ ബന്ധങ്ങളെ നിലനിർത്താനുള്ള കാര്യക്ഷമമായ മാർഗമാണ് ജപമാല. മാർപ്പാപ്പയുടെ ഈ പ്രബോധനത്തോട് ചേർന്ന് ഈ രഹസ്യം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തൻ്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക. ഗർഭധാരണം, ശിശുപരിപാലനം എന്നിവ ഏറ്റെടുക്കാൻ വൈമുഖ്യം അനുഭവിക്കുന്ന പുതിയ തലമുറയിലുള്ള പ്രിയപ്പെട്ടവരിലേക്ക് കൃപയൊഴുകാൻ പ്രാർത്ഥിക്കാം. ബെനഡിക്ട് 16 മാർപ്പാപ്പ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: ഈ ലോകത്തിൽ ക്രിസ്തുവിനെ കേന്ദ്രബിന്ദുവായി പ്രതിഷ്ഠിക്കുവാൻ ഏറ്റവും പറ്റിയ പ്രാർത്ഥന ജപമാലയാണ്. ജപമാലയോട് ചേർന്ന് നമുക്കും ഈ മേഖലകൾ വിശദീകരിക്കാൻ ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തെ എന്നുള്ളിരിക്കുമ്പോൾ സെഹ്യോൻ ഊട്ടുശാലയെ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിന്റെ മേലും സ്ലിഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കുക. ഈ മൂന്നാം രഹസ്യത്തിൽ കുഞ്ഞുങ്ങളിലൂടെ തങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നഷ്ടമാകുമെന്ന് കരുതി മക്കൾ വേണ്ടെന്ന് കരുതുന്ന ജീവിതങ്ങളിലേക്ക് വലിയ ദൈവിക ഇടപെടലുണ്ടാകാൻ പ്രാർത്ഥിക്കാം. ലയോ 13 മാർപ്പാപ്പ നമ്മളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഏറെ വിസ്മയനീയമായ കിരീടമാണ് ജപമാല, അതിവിശിഷ്ടമായ പ്രാർത്ഥനയാണിത്. നിത്യം ജീവിക്കാൻ ഇത് ഉപകാരപ്രദമാണ്. ഈ അനുഗ്രഹത്തിൻ്റെ രഹസ്യത്തിൽ മാർപ്പാപ്പയോട് ചേർന്ന് ഈ പുണ്യവഴികളിലൂടെ ഹൃദയപൂർവ്വം നമുക്ക് യാത്ര ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ കന്യാമറിയമേ, യേശുവിൻ അമ്മേ മാതാവേ, സ്വർഗത്തിൻ റാണി അമലോത്ഭവേ, ഞങ്ങൾക്കായെന്നെന്നും പ്രാർത്ഥിക്കണേ. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ അമ്മേ എൻ്റെ ആലംബമേ, അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ അമ്മേ എൻ്റെ ആലംബമേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സമ്പാദിക്കാനും തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ടും കുഞ്ഞുങ്ങൾ തടസ്സമെന്ന് കരുതി അത് മാറ്റിവെക്കുന്നവരും നീട്ടിവെക്കുന്നവരും മാനസാന്തരപ്പെടാൻ നമുക്ക് ഈ രഹസ്യത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. 12 പിയൂസ് പാപ്പ ഇങ്ങനെ പറയുന്നു: കുടുംബങ്ങളിൽ ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് ജപമാല. നമ്മുടെ കുടുംബങ്ങളിൽ ജപമാല പ്രോത്സാഹിപ്പിക്കപ്പെട്ട അനുഗ്രഹം പ്രാപിക്കാൻ ഈ രഹസ്യത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന നിത്യവും കേൾക്കണമേ. അഞ്ചാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിൽ കരയേറിയ ഉടനെ തൻ്റെ ദൈവകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിതെരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ അഞ്ചാം രഹസ്യത്തിൽ കുഞ്ഞുങ്ങളുടെ ജനനം വൈകിപ്പിക്കാൻ പലവിധ കാരണങ്ങൾ കണ്ടെത്തുന്നവരും അവിശുദ്ധ ബന്ധങ്ങളിൽ ജീവിക്കുന്നവരും വിവാഹപൂർവ്വ ബന്ധങ്ങളും പലവിധത്തിലുള്ള സ്വയംഭോഗത്തിൻ്റെ സ്വവർഗഭോഗത്തിൻ്റെ രതിവൈകൃതങ്ങളുടെ വഴിയിലൂടെ കടന്നു പോകുന്നവർക്കും സൗഖ്യദായകമായ ദൈവിക ഇടപെടലുണ്ടാകാൻ പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രിഗറി ഇങ്ങനെ പഠിപ്പിക്കും: ദൈവകോപം ശമിപ്പിക്കാനും കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടാനും വേണ്ടിയാണ് വിശുദ്ധ ഡൊമിനിക്കിന് ജപമാല പ്രാർത്ഥന നൽകിയത്. ദൈവമേ, അവിടുത്തെ കോപം ശമിപ്പിച്ച് ഈ മേഖലകളിലൊക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ എല്ലാവരെയും ചേർത്ത് വെച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതനായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, ശ്രീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കും ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങളുടെ കർത്തനായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന മിശിഹായെ കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവം പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ അപേക്ഷിക്കണമേ. പരിശുദ്ധ ജനനേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എത്രയും അപേക്ഷിക്കണമേ. നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിനെത്തം യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്രഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേകൈശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും അപേക്ഷിക്കണമേ. വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി
അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യസ്നോസാപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മളുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ അപേക്ഷിക്കണമേ. വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി ഉഷകാല അപേക്ഷിക്കണമേ. നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി രോഗികളുടെ അപേക്ഷിക്കണമേ. ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി പാപികളുടെ അപേക്ഷിക്കണമേ. സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ത്രീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി സകല അപേക്ഷിക്കണമേ. വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപരിയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന ഭൂലോക കേൾക്കണമേ. പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതമായ കന്യക മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഈശോയെ, ജനിക്കാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന കുരുന്നു ജീവിതങ്ങൾ, അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൻ്റെ ഒരു സമ്മതം കാത്ത് ദൈവത്തിൻ്റെ മനസ്സിൽ കഴിയുന്ന ജീവിതങ്ങൾ, ഉദരത്തിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെടുകയോ ജനിക്കാനുള്ള സാധ്യതകൾ നിഷേധിക്കപ്പെടുകയോ ചെയ്യുന്ന ഭയാനകമായ ജീവിതാവസ്ഥ. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാൻ പിശാച് കണികൾ ഒരുക്കുന്നുണ്ട്. തമ്പുരാനോടൊന്ന് അങ്കുപൊട്ടി പറഞ്ഞ്, എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ഭൂമിയിൽ മക്കളിലൂടെ അനുഗ്രഹം പ്രാപിക്കാനുള്ള അവബോധങ്ങൾ കൊണ്ട് പുതിയ കാലത്തെ ദമ്പതികളെ ഒന്ന് നിറയ്ക്കണം. ഈശോയെ, ഏറെ പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ജനിച്ച കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി വല്ലാതെ പരിശ്രമിക്കുകയും എന്നാൽ ജനിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന, അതിനെ പ്രചോദിപ്പിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരം കാര്യങ്ങളെ കുഞ്ഞു മനസ്സുകളിലേക്ക് പോലും ആഴത്തിൽ പതിപ്പിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെ മേലും അവിടുത്തെ കരുണയൊഴുകട്ടെ, കൃപകളൊഴുകട്ടെ, അനുഗ്രഹമൊഴുകട്ടെ. കർത്താവേ, ഇരു കരങ്ങളും ഒന്നൽപ്പം തുറന്നു പിടിച്ച് ഈശോയെ നോക്കിക്കേ. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണേ. ഈ തുറന്നു പിടിച്ച കരങ്ങളിൽ സങ്കടത്തോടെ, നൊമ്പരത്തോടെ, ഭാരത്തോടെ ജീവിതങ്ങളെക്കുറിച്ച്, മക്കളില്ലാത്തതിൻ്റെ വേദനയും ഒപ്പം മക്കൾ ജനിക്കണ്ട എന്ന ചിന്തയുമൊക്കെ ഉള്ളിൽ പേറുന്ന ജീവിതങ്ങളാണ് ഞങ്ങൾ ഈ കരങ്ങളിൽ തുറന്നു പിടിച്ചത്. നീ ഒന്ന് ഇടപെട്ടേ. ആ ജീവിതങ്ങളുടെ ഈ സങ്കടാനുഭവത്തിലേക്ക് കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ.
കരുണാമയ കനിയേണമേ. ദൈവപിതാവേ കനിയേണമേ. കരുണയായിരിക്കേണമേ. ദാസരിൽ കരുണയായിരിക്കേണമേ. എല്ലാവരും ചേർന്ന് വലിയ വിശ്വാസത്തോടെ കൊതിയോടെ പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ. ദൈവപിതാവേ കനിയേണമേ. കരുണയായിരിക്കേണമേ. ദാസരിൽ കരുണയായിരിക്കേണമേ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങൾ വന്ന് സ്വർഗത്തിലേക്ക് തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകം ഇന്ന് കുരുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ആ ജീവിതങ്ങളെ വില കൊടുത്തതിൻ്റെ ഇല്ലായ്മ ചെയ്തതിൻ്റെ വലിയ ഭാരം പേറുന്ന ഈ ലോകത്തിൽ കർത്താവേ, നിന്റെ കാരുണ്യം ഒഴുകട്ടെ, നിന്റെ അഭിഷേകം ഒഴുകട്ടെ. അത്തരം ബന്ധനങ്ങളൊക്കെ ഈ അനുഗ്രഹീതമായ അമ്മയോടൊപ്പമുള്ള ജപമാല യുദ്ധത്തിലൂടെ പരിഹൃതമാകാൻ വേണ്ടി കൊതിയോടെ പ്രാർത്ഥിച്ച് ആരാധനയിൽ സ്തുതിയിൽ ഈശോയ്ക്ക് ഇടം കൊടുത്തുകൊണ്ട് സ്വരമുയർത്തി അവിടുത്തെ സ്തുതിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.